വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ രാവിലെ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഒന്നിനൊരു നേരം കിട്ടിയില്ല കേട്ടോ. എന്താ വെച്ചാൽ പൊന്നു ഷെബി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്നലെ രാത്രി പോകാമെന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ രാത്രി ഇന്നലെ സിനിമയ്ക്കൊക്കെ പോയി വന്നപ്പോൾ കുറച്ച് ലൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഈ ഉറക്കത്തിൽ പോകാൻ നിൽക്കണേ, നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയി വീടൊക്കെ ക്ലീനാക്കി കഴിയുമ്പോഴേക്കും അച്ഛനും അമ്മയും ഉന്നോട് കൂടി വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ഫുഡ് റെഡി കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ പിന്നെ പൊന്നും ഷെബി പോകുമ്പോഴേക്കും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക വെച്ചിട്ട് നാളികേരില്ല, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ നാളികേരില്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ ഉരുളൻകിഴങ്ങേ ഉള്ളൂ അല്ലേ, ഒറ്റ ഉരുളൻകിഴങ്ങ് ഇരുന്നായിരുന്നു. അതും 2 സബോളയും തുണ്ടി ഇഞ്ചിയും ഒരു 5-10 പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളി കൂടി അരിഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൂരി മസാല കറി തട്ടി കൂട്ടിയിട്ടുള്ളൊരു പൂരി മസാല കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്താ വെച്ചാൽ നാളികേരമൊന്നും ഇല്ല, അപ്പം ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക പെട്ടെന്ന് വെച്ചു. അപ്പോൾ ഒരാളോട് തലേദിവസം ഞാൻ പറഞ്ഞു നാളികേരമൊക്കെ കഴിഞ്ഞ് തന്നെ കേട്ടോ നമുക്ക് മേടിക്കാൻ പോകാൻ പറഞ്ഞു. രാവിലെ എണീച്ചിട്ട് നമുക്ക് പോവാം, നല്ല രാവിലെ എണീച്ചിട്ട് പോകുന്നത് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഭർത്താവ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു പീടികയ്ക്ക് അങ്ങനെ പോവില്ലെന്ന്. അങ്ങനെ ഇവർക്ക് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് വേണം കേട്ടോ, അതിന് ഇവർക്കൊരു പിന്നാക്കില്ലായിരിക്കും. പിന്നെ നമ്മളെന്താ വീട്ടമ്മമാരുള്ളത് കൊണ്ട് വെച്ച് കൊടുക്കുക, അത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു തട്ടി കൂട്ടിയിട്ട് ഒരു പൂരി മസാലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചുവിട്ടാ. അങ്ങനെ അതൊക്കെ നന്നാക്കി കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, വേറെ ഒന്നും ഇട്ടില്ല കേട്ടോ, ബാക്കിയൊക്കെ ഇട്ടു. പിന്നെ പൂരിക്ക് നമ്മൾ കുഴക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മൈദ കുറവായി കാരണം ഗോതമ്പ് മാത്രം ഇട്ടിട്ട് പൂരി ചൂടാന്ന് വെച്ചിട്ട് അങ്ങനെ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ചു സെറ്റായിട്ട്. അപ്പോൾ ഞാൻ പകുതി വരെ ഞാൻ വെള്ളത്തിൻ്റെ ഒരു അളവ് വരെ ഞാൻ കുഴക്കുക. അത് കഴിഞ്ഞാൽ കുഴച്ച് സോഫ്റ്റ് ആക്കണ പണി അന്വേഷണമുള്ള കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് കൈക്ക് അത്ര ഒരു ബലമൊന്നും ഇല്ല, അതിങ്ങനെ കുഴച്ച് സെറ്റാക്കാൻ മാത്രം കൈക്ക് ബലമില്ലാത്തതാണ് ആ പണി അന്വേഷണം കൊടുത്തു. അങ്ങനെ അന്വേഷണം അത് കുഴച്ച് സെറ്റാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇത് 4 പാതിമുറൊക്കെ തുടച്ചിട്ട് കുറേ ഇടിച്ചും തൊലിച്ചിട്ടൊക്കെ വേണം അത് കുഴച്ചെടുക്കണമെങ്കിൽ. അങ്ങനെ അത് കുഴക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ബോളുകളൊക്കെ ആക്കി ഞാനാണ് ഇട്ടുവിട്ടാം. പിന്നെ ഇത് അപ്പോഴേക്കും നമുക്ക് ഷോപ്പിലത്തെ ഫോൺ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, എവിടെ സ്ഥലം എന്താ സ്ഥലം എന്നൊക്കെ വെച്ചപ്പോൾ അത് പറഞ്ഞു കൊടുത്തതിൻ്റെ ഇടയിൽ എൻ്റെ ഇടയിൽ പൂരിക്കുള്ളതും പരത്തണമുണ്ട് കേട്ടോ. അങ്ങനെ പൂരിക്ക് നമുക്ക് പൂരി പരത്തുമ്പോൾ ഒരാൾ ചൂടാണ്ടെങ്കിൽ സുഖമായിട്ട് പെട്ടെന്ന് പണി കഴിയിട്ട്. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടാൽ 10 വശം പൂരി പരത്തും, അങ്ങനെ ചൂടും, അങ്ങനെയാട്ടോ ചെയ്യണത്. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് പരത്തി ചൂടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണി തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ 1-2 ആൾക്കല്ലോ, ഇത്രയും പേർക്കുള്ള ഫുഡല്ല. അപ്പോൾ നമ്മളിങ്ങനെ പരത്തി കുറവ് വെച്ച് കഴിഞ്ഞാൽ പൊടി ഒരുപാടിട്ട എണ്ണയിൽ പൊടിയും പിടിക്കും. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒക്കെ പശ പോലെ ഒട്ടും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചൊക്കെ ഇങ്ങനെ 10-15 പരത്തും, എന്നിട്ട് ചുട്ടെടുക്കും കേട്ടോ. അതാ പരിപാടി കേട്ടോ. അങ്ങനെ നമ്മുടെ പരത്തിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരിപാടി പൂരി ചുട്ടെടുക്കട്ടോ. അപ്പോൾ അതേ 10-15 വീതം പരത്തും, അത് ചുട്ടെടുക്കും. അങ്ങനെയായിട്ടാട്ടോ ഞാൻ പൂരി മൊത്തം ചുട്ടെടുത്തത്. കുണുക്കിക്ക് മറ്റുള്ള ഫുഡിനേക്കാൾ പിന്നെ ഇഷ്ടമായിട്ട് പൂരി ചില നേരങ്ങളിലാണ് കേട്ടോ. അങ്ങനെ അവർ പൊമ്പിക്ക് ഉണ്ടാക്കാനുള്ള വെപ്രാളാണ്. എന്താ വെച്ചാൽ അവർ പോയി കഴിഞ്ഞ് പിന്നെ അവർക്ക് വീട്ടിൽ പോയിട്ട് അത് ഉണ്ടാക്കിയിട്ട് കഴിക്കണ്ടേ. അപ്പോൾ അവർ പോവാന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ, എന്നോട് യാത്ര പറയാൻ വന്നു. പൊന്നു അമ്മ ഞങ്ങൾ പോവുകയാണ് രാവിലെ തന്നെ അവിടെ പോയിട്ട് പണിയോട് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുണിക്കുമ്പോൾ വന്നിട്ട് ഒരു ഉള്ള നേരത്തെ എടുത്തുകൊണ്ട് പോയിട്ട് പരത്തി കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ ഡബ്ബയുമ്പോൾ കഫക്കെട്ടിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കറിലത്തൊക്കെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് കറി കാച്ചി കൊട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ ചട്ടി തന്നെയാണ് വെച്ചിരുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചും കടുക് പൊട്ടിച്ചു, ഉഴുന്ന്, ഉലുവ, പിന്നെ വറ്റമുളക്, കറിവേപ്പില കേട്ടോ. അതൊഴിച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ട് പിന്നെ അതിലേക്ക് തിളച്ച് വരുമ്പോൾ നമ്മൾ ഒഴിക്കുന്നത് എന്താ പറയുക, പശുമ്പാൽ കാച്ചിയത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി കുറുകി വരുമ്പോൾ അങ്ങനെ നമ്മൾ കറി കുറുകി വരുന്നതോട് കൂടിയിട്ട് പശുമ്പാൽ കാച്ചിയതാണ് കേട്ടോ ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമുക്ക് ഈ പശുമ്പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ പലഹാരം ഉണ്ടാക്കലും കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചൂട്ടിട്ടൊരു വാശമായിട്ട് വയർത്തിട്ട് അങ്ങനെ ഇവിടെ കുണുക്കി ഉറങ്ങുണ്ടായിരുന്നു കേട്ടോ AC ഇട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാർത്തൂനി കളിപ്പിച്ച് വന്നിരുന്നേട്ടോ. അപ്പോൾ കാർത്തു പാമ്പേഴ്സ് മാത്രമേ ഇട്ടുള്ളൂ. ഇനി കോപ്പിറൈറ്റ് വേറെ ഉണ്ടായിച്ചിട്ടോ ഞാൻ കാർത്തൂൻ്റെ അവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കാർത്തൂന് ഇങ്ങനെ ഏണിക്കാനൊക്കെ എടുത്താലൊക്കെ പൊക്കോട്ടെ എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 വിരലൊക്കെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവളെ പഠിപ്പിക്കാൻ അവളെ എണിച്ച് തന്നെയാണ് അവളെ എണിക്കുക. അങ്ങനെ അമ്മാമ്മയും മോള് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. അങ്ങനെ കളിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് പൂരി കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൂരി മസാലയും കഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി മസാലയൊക്കെ. പിന്നെ ഇങ്ങനെ പശുമ്പാൽ ഒഴിക്കുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഉരുളൻകിഴങ്ങ് കുറച്ച് കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമുള്ളൂ.
അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി ഞാൻ അപ്പം കിടന്നാണ്. ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്നു പോകുമ്പോൾ അമ്മേനെ വിളിക്കേണ്ട, അമ്മയ്ക്ക് തീരെ വയ്യ. എന്താ വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം 2 ഗുളിക കഴിക്കുന്ന ഇതുണ്ട്, രാവിലെ രാത്രി. ആഴ്ചയിൽ 2 ഗുളിക ഒരു ദിവസം മാത്രം. അപ്പോൾ അത് കഴിച്ച ദിവസം എന്നിട്ട് തലേ ദിവസം. അപ്പോൾ അതിൻ്റെ ആ ഗുളിക കഴിച്ചതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് ഒരു 10:30-11 മണിയാകുമ്പോഴേക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും വരും കേട്ടോ. അപ്പം പോയി കിടന്നുറങ്ങിയിട്ട് പിന്നെ ഞാൻ പൊന്നിനോടും പോകുമ്പോൾ വിളിക്കണ്ട. പിന്നെ കുഞ്ഞിനോട് പറഞ്ഞു, എന്നെ എന്നോട് ഞാൻ പറഞ്ഞു, ആരും എന്നെ വിളിക്കേണ്ട, ഞാൻ കിടക്കണം, ഞാൻ എൻ്റെ ക്ഷീണം മാറുമ്പോൾ ചേച്ചെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടന്നിട്ട് പിന്നെ ഞാൻ എനിക്കുന്നത് 5 മണിക്കാട്ടോ. 5 മണിക്ക് കഴിച്ചുമ്പോൾ രാവിലെ ഞാൻ കിടക്കാൻ പോയപ്പോൾ അതിനായിട്ട് മീൻ നന്നാക്കി അതിന് ഞാൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് അതെടുത്ത് ഫ്രീസറിൽ വെച്ചു. പിന്നെ ഞാൻ ഉറങ്ങിയതിന് ശേഷം അതിനായിട്ട് മുതിര വേവിച്ച് വെച്ചു, വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീച്ച് വന്നിട്ട് ഫ്രീസറിൻ്റെ മീൻ നത്തൂരി ആയിരുന്നു, അത് ഐസ് വിടണം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൽ കുറച്ച് ഓയിൽ വെച്ച് ഒക്കെ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ പോലെ മൊരിച്ചെടുക്കാമെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഓരോന്നോരോന്നിട്ട് വറുത്തെടുക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ കൂടിയിടാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തട്ടി അപ്പുറത്ത് നമ്മൾ മുതിര കാച്ചാനും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു നേരത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊന്നുവിൻ്റെ അവിടേക്ക് എല്ലാവരും പോകുമല്ലോ. ഒരു നേരത്തെ ഫുഡെല്ലാം വേണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തക്കട തരികട വെച്ചിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് രാവിലെയൊക്കെ. എന്താ വെച്ചാൽ ഒരു നേരത്തേക്ക് വേണ്ട. പിന്നെ ഇതൊക്കെ പൊന്നിൻ്റെ അവിടേക്ക് കെട്ടി വലിച്ചുകൊണ്ട് പോയാൽ എളുപ്പമല്ല. പൊന്നു പറഞ്ഞു, ഞാൻ അവിടെ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ മുതിരൊക്കെ കാച്ചി കഴിഞ്ഞു. മീൻ വറുത്തെടുക്കുക കുറച്ച് നേരം പിടിച്ചിട്ട് പിന്നെ രാവിലത്തെ ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് തൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. അതിൻ്റെ ഇടയിൽ ചോറ് വാര വയ്ക്കാനായിരുന്നു. സമയം ഒരു 5-5:30 കാണും കേട്ടോ. 5-5:30 ആയിട്ടുണ്ടായിരുന്നു. പാത്രം മോര് ആ കറിയൊക്കെ ഒന്ന് തിളച്ച് സെറ്റാണ്. മീൻ വറുത്തെടുക്കണം, അതുവരയ്ക്ക് ആ പാത്രങ്ങളൊക്കെ മോരെടുക്കാം. പിന്നെ ഇന്ന് പൊന്നിൻ്റെ ഇടയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് കിച്ചനൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ള പണികളൊക്കെ അപ്പം അങ്ങനെ കഴിച്ച് വയ്ക്കുക കേട്ടോ. ഓരോന്നോരോന്നായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കിടന്നതിന് പിന്നിൽ അനുവേട്ടന് വന്ന് കിടന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അനുവേട്ടന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അനുവേട്ടന് വന്ന് കിടന്നിട്ട് അനുവേട്ടന് 5 മണിക്ക് കഴിച്ചതാണ്. പക്ഷെ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ അപ്പം കിടന്ന കിടപ്പ് പിന്നെ ഞാനൊരു 5 മണി 5:15 ആകുമ്പോഴാണ് ഞാൻ അറിയണത്. അത്രയും ക്ഷീണമായിട്ട് ആ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കും കറങ്ങിയാൽ നമുക്ക് അങ്ങനെ കണ്ണിങ്ങനെ അട്ടഞ്ഞ് പോണൊരു ഫീലാണ്. അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ മീൻ ഏകദേശം ഇങ്ങനെ നത്തൂരൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി പൊരിച്ചോണം വറുത്തെടുത്തു കേട്ടോ. എന്താ വെച്ചാൽ അപ്പം നല്ല പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ മുള്ള് കുണുക്കി കഴിക്കാൻ പറ്റും. അധികം പൊരിഞ്ഞിനി കുണുക്കി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ പാത്രമൊക്കെ ഏകദേശം 3/4 മോറ് കഴിഞ്ഞു. അടക്കളയുടെ ഓരോ വശം തുടച്ച് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മീൻ വറുത്ത എണ്ണ പൊട്ട് കറിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത. അപ്പം തുടച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് അതൊന്ന് ഞാൻ തുടച്ചെടുത്തു. പിന്നെ പാത്രം ഏകദേശം എല്ലാം മോറിൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോറ് വാര വെച്ച പാത്രം അതൊക്കെ മോറി. അതിൻ്റെ ഇടയിൽ ഇതേപോലെ പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിക്കട്ടോ. അപ്പോൾ ഉണക്കനോ ആരെങ്കിലും ഫോൺ എടുത്ത് കൊടുത്തു തരും കേട്ടോ. അപ്പോൾ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ചോറ് വാര വെച്ചു കേട്ടോ. ചോറ് വാര വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഉപ്പേരിയൊക്കെ സെറ്റായി. ഈ മീൻ കൂടി വറുത്ത് കിട്ടണം. മീൻ പെട്ടെന്ന് വറുത്ത് കിട്ടേണ്ടതാണ്. പക്ഷേ ഫ്രീസറിൽ വെച്ചാൽ തണുത്തിട്ടാകെ ഒറ്റ വലിയ ഉണ്ടായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചൂടായിട്ട് കുറേശ്ശായിട്ട് വിട്ട് കിട്ടിയിട്ട് അങ്ങനെ. പക്ഷേ കുറച്ച് കുത്തിമുളകൊക്കെ ഇട്ടിട്ട് അതങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഓരോരുത്തർ ഓർണമെൻറ്റ്സ് അത് അയച്ചാൽ ഇത് അയച്ചാൽ അതിൻ്റെ ഇടയിൽ അത് കഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പൊന്നിൻ്റെ അവിടേക്ക് പോകുമ്പോഴുള്ള ഡ്രസ്സ് പാക്കിംഗ് ആണ് കേട്ടോ. ഡ്രസ്സ് പാക്ക് അയച്ചാൽ നിങ്ങളേക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി വന്നു. ഇന്നിപ്പോൾ ഈ ഡബ്ബ ചെയ്യുന്നത് പൊന്നിൻ്റെ വീട്ടിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളെത്തി. ഇന്ന് കഴിച്ച് നാളെ ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ പോട്ടെ. നാളെ ഉച്ചയ്ക്ക് കുഞ്ഞിന് എക്സാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങനെ പോയി എക്സാം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോട്ടെ. പക്ഷേ ഇത്രയും ഡ്രസ്സ് കാണുമ്പോൾ വിചാരിക്കുക എന്തെങ്കിലും ഇപ്പോൾ ഇത്ര ദിവസത്തേക്ക് നിൽക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ഡ്രസ്സ് കൊണ്ടുതന്നെ വീട്ടിലിടാനുള്ളത് വേണം, നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ളത് വേണം. പിന്നെ നമ്മുടെ കാർത്തുള്ള കാരണം ചിലപ്പോൾ നമ്മളെ കൊടുന്ന മാക്സിയിൽ മൂത്രം വയ്ക്കുക, എന്തെങ്കിലുമൊക്കെ ഛർദ്ദിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുട്ടികളൊക്കെ തേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് മാറിയിടാൻ വേറൊരു ഡ്രസ്സില്ല. അപ്പോൾ കുഞ്ഞിന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പൊന്നിട്ട് ഇടാം. പക്ഷേ എനിക്കും അഞ്ഞേട്ടൊന്നും വേറെ ആരുടെയും യൂസ് ചെയ്യാൻ പറ്റില്ല, ഇടാനില്ല. കുണുക്കിനിടാൻ പറ്റില്ല, കുണുക്കിക്ക് ഇടാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു ചെറിയ ബാഗിലാണ് ഞാൻ ആദ്യം അടക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ അന്വേഷണം എന്ത് ഡ്രസ്സൊക്കെ വേണ്ട വെച്ചിട്ട് അന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിയുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിനുള്ള ഡ്രസ്സുകൾ കൊണ്ടിട്ടുണ്ട്. പിന്നെ കണ്ട ഞാൻ ചെറിയ ബാഗ് കൊണ്ടാണ് വന്നിരുന്നിട്ട്. പക്ഷേ ആ ബാഗിൽ പകുതി കൊണ്ടുള്ളോട്ടെ ഞങ്ങളുടെ കൊണ്ടു. പക്ഷേ അന്വേഷണം വെക്കുന്ന സമയമാകുമ്പോഴേക്കും ആകെ ഇതായി. അപ്പം ഞാൻ പറഞ്ഞു ഒറ്റ പെട്ടിയിലാക്കാതാണ്. പിന്നെ പൊന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ വരുമ്പോൾ 2 തലോണ കൊണ്ടുവരണം, 2 വിരി കൊണ്ടുവരണം. എന്താ വെച്ചാൽ അവർക്ക് താമസിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് അവർക്കുള്ളത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ 2 തലോണ വെച്ച് കിടന്നിട്ട് ശീലം.
അങ്ങനെ ഞാൻ ഈ ബാഗിൻ്റെ ഉള്ളിൽ വിരികളും കാര്യങ്ങളും പിന്നെ എൻ്റെ മരുന്ന്, കുണുക്കൻ്റെ മരുന്ന്, കുണിക്കീരെ മരുന്ന്, അങ്ങനെ വലിയൊരു ലോഡായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് പോകാമെന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. അത്യാവശ്യം സാധനങ്ങളാക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ എത്ര ആളാണ്? 5 ആളല്ലേ നമ്മൾ 5 ആളുണ്ട്. 5 ആളുടെ എല്ലാവരുടെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുണിക്കുന്ന പറഞ്ഞാൽ 2 ദിവസത്തേക്ക് 2 ജോഡിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. അവർക്കൊക്കെ ഒരു 2, 3, 4, 5 ജോഡി നമ്മൾ കണക്കാക്കണമെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് അല്ലേ. അപ്പോൾ അവർ വല്ല ഭക്ഷണം കഴിക്കുന്നതോ ഒക്കെ എന്തെങ്കിലുമാക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയിട്ട് കൊടുക്കാനുള്ളൊരു ഇതുകൊണ്ട് നമുക്ക് വേണ്ട. അങ്ങനെ നമ്മുടെ പാക്കിങ് അതൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഒരു പെട്ടിയിലാക്കിയിട്ടാണ്. അങ്ങനെ നേരെ ഞങ്ങൾ വന്നത് ശോഭാ സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പം എല്ലാ കൊല്ലം നമ്മൾ വിശേഷ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശോഭാ സിറ്റിക്ക് വരാനിട്ട് എനിക്കതൊരു വികാരമാണ്. നമുക്ക് വിഷു ഓണാൻ്റെ സദ്യ കഴിഞ്ഞൊന്ന് ശോഭാ സിറ്റി വരുന്ന അവിടെ കറങ്ങുക വരിക എന്നാണ് അതൊരു ഇഷ്ടമാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അതൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ശോഭാ സിറ്റിയിൽ കയറിയിട്ട് പൊന്നിനോടും ഷെബിയോടും പറഞ്ഞു അങ്ങോട്ട് വായു പറഞ്ഞു. എന്താ കാർത്തു ജനിച്ചിട്ട് 6 മാസം ഇന്നലേക്ക് തികഞ്ഞു. അപ്പോൾ നമുക്ക് ശരി കേക്കൊക്കെ കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പൊന്നു ഷെബി നെസ്റ്റോന്ന് കേക്ക് മേടിച്ചിട്ട് ശോഭയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ ആദ്യം എത്തിയിട്ടാണ്. ഞങ്ങൾ പകുതിക്ക് എത്തിയിട്ടാണ് ഞങ്ങൾ തീരുമാനങ്ങൾ മാറ്റിയത്. ആദ്യം നെസ്റ്റോന് പോയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിരുന്നു പരിപാടി. അപ്പോൾ അച്ഛൻ പറഞ്ഞു നെസ്റ്റോന് ഭയങ്കര ചൂടാണ്, ഭക്ഷണം കഴിക്കുന്നിടത്ത് കുട്ടികളെ ഇരുത്താൻ പറ്റില്ല. ശോഭനാകുമ്പോൾ പിന്നെ എല്ലായിടത്തും AC ആണല്ലോ. അപ്പോൾ അവരോട് അവരോട് ശോഭയ്ക്ക് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരോട് ശോഭയ്ക്ക് വരാൻ പറഞ്ഞു. അത് നേരം ഇവിടെ കുണിക്ക് കുറേ നാളായില്ല ശോഭ സിറ്റിയൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അവർ കളിയും ചീറിയും ബഹളമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുണിക്ക് ഐസ്ക്രീം വേണമെന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എത്ര 4 ഐസ്ക്രീം മേടിച്ചിട്ട് ഞാൻ എന്നെ ഷെയർ ചെയ്ത് വാങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പറയണ്ടേ ശ്വാസം മുട്ടില്ല അമ്മ കുണിക്കിന് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരോട് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഐസ്ക്രീം കൊടുത്തോ. ഐസ്ക്രീം കഴിച്ചതിൻ്റെ പിന്നിൽ ചൂടുവെള്ളം കൊടുക്കാനാണ് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഈ ശോഭാ സിറ്റിയിലൊക്കെ എവിടെ നിന്നാണ് ചൂടുവെള്ളം കിട്ടുന്നത്? അങ്ങനെ സത്യം പറയുന്നത് പീസ് പോയ പോലത്തെ ഒരു അവസ്ഥയാണ്. മൂക്കടപ്പൊക്കെ തുടങ്ങിയിട്ട് എന്താ കാര്യം എന്നറിയില്ല. മൂക്കടഞ്ഞിട്ട് അച്ഛൻ വെറുതെ പോകും കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അയ്യോ തണുപ്പാന്ന് വെറുതെ ചുമ്മാതാ. ആ ഐസ്ക്രീമിൻ്റെ 3/4 വശം കഴിച്ചിട്ടുണ്ടാക്കിയത് അന്വേട്ടൻ തന്നെയാട്ടാ. അന്വേട്ടാ ഞങ്ങൾക്ക് കഴിച്ചിട്ട് ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് ഞങ്ങളുടെ ഇത് ഷെയർ കൂടിയതാന്ന് പറയണത്. എന്താണ് നിങ്ങളൊക്കെ ചുമക്കിൽ 2 ഭക്ഷണം അപ്പൊ വെച്ചിട്ട് കഴിച്ചത് ഇത്ര നല്ല മനസ്സിൻ്റെ അവിടെ വേറിട്ടുണ്ട്. കുണുക്ക ഭയങ്കര ഹാപ്പിയാണ്. കുണുക്കിന് പിന്നെ ഇങ്ങനത്തെ വല്ല സ്ഥലം കിട്ടിയാൽ പിന്നെ കുണിക്കിനും അപ്പം കുണിക്ക് കാലുവേദന ഇല്ല, കൈവേദന ഇല്ല, ഒരു അസുഖങ്ങളും ഇല്ല. അല്ലെങ്കിൽ അവരെന്നെ എടുത്തോണ്ട് നടക്കണം കേട്ടോ. അതിനായിട്ട് ഇന്നിപ്പോൾ അവിടെ ഓടിക്കളി എന്ന് പറഞ്ഞാൽ മാതിരി ഓടിയും ചാടിയിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. 2 ആളും നല്ല തിമിർത്തുണ്ടെന്നല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് അവർ ഓടി കളിച്ച് കാണുമ്പോൾ എന്ന് വെച്ചാൽ അവർ ഈ പ്രായമല്ല, ഈ പ്രായത്തിൽ ഇതിലൊക്കെ പറ്റുമ്പോൾ എനിക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് അതിൻ്റെ മേലെ ഞാൻ നിൽക്കില്ല. അങ്ങനെ ഞാൻ പൊന്നും ഷെബിയും കാർത്തും കൂടി എത്തുമ്പോഴേക്കും ഏകദേശം സമയം 11 മണിയായിരുന്നു ശോഭയ്ക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് നേരെ ഇനി വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്യാനാണ്. അച്ചാച്ചനും കാത്തും കൂടിയിട്ട് കുറച്ച് നേരം കളിക്കാട്ടോ. കാത്തൂന് ഞങ്ങളെ കുറച്ച് നേരം കണ്ടില്ലേ, പിന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ചെറിയ കളി സന്തോഷിക്കാട്ടോ. അങ്ങനെ കുറേ നാളായി ഇവരെ 4 ആളും കൂടിയിട്ടുള്ള ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോ എടുത്തു. വീട്ടിൽ വന്ന് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഗ്രൗണ്ടിൽ വെറുതെ ഒന്ന് കറങ്ങിയിട്ടാണ്. അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. എന്താ വെച്ചാൽ ആർക്കും നടക്കാനുള്ളൊരു മാനസികാവസ്ഥ ഒന്നും ഇല്ല, എല്ലാവർക്കും. അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പൂരപ്പറമ്പിലേക്ക് പോയത്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കുറച്ച് മാറിപ്പോയെന്നുള്ളൂ കേട്ടോ. അത് കാർത്തൂന് കേക്കൊക്കെ വാങ്ങി വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുമേമയും വലിയമേമയും മാമൻ പിന്നെ സ്വയം തിന്നുന്ന കാര്യത്തിലാണ് മാമൻ്റെ ശ്രദ്ധ മൊത്തം. പിന്നെ അവർ 3 ആളായിട്ടുള്ളൊരു വീഡിയോ. പൊന്നൂന് ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ കേക്കും കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നേരെ കൊടുത്തു. അപ്പോൾ വീഡിയോ എടുത്ത് അടുക്കളയ്ക്ക് ചെറിയൊരു മാറ്റമല്ലായിരുന്നു. പക്ഷെ ചിലർ പറഞ്ഞിട്ട് കണ്ടന്റിന് വേണ്ടി വെറുതെ പറയണം ഇത് പൊന്നിന്റെ വീട്ടിലത്തെ അടുക്കള തന്നെയാണെന്ന് പറയണം കമന്റില്. പൊന്നു ഈ അടുക്കളയിൽ പണിയെടുക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ പൊന്നിനോട് എന്തിനാ പൊന്നാണോ പറഞ്ഞത് കണ്ടന്റിന് എടുത്തതിന്റെ കാരണം ഇത് നിന്റെ വീട്ടിലത്തെ അടുക്കള തന്നെയാണെന്നോ.
അപ്പൊ ഈ ഷോക്കേസ് നമ്മളിതൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ഹെൽപ്പാ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി നമ്മുടെ വീട്ടില് അറിയില്ല, യാതൊരു മാച്ചില്ല. നമ്മുടെ അടുക്കള ഈ അടുക്കള നമ്മൾ യാതൊരു മാച്ചും ഇല്ല. ഞങ്ങള് തെറ്റിദ്ധരിച്ചത്. അപ്പൊ ഇന്ന് സുഖമായിട്ട് ഉറങ്ങി. നിങ്ങള് തൃശ്ശൂർ പൂരത്തിന് വന്നിരിക്കാണ്. പൊന്നൂരി ഞങ്ങള് കഴിഞ്ഞ ആഗ്രഹിച്ചു കേട്ടോ. കഴിഞ്ഞ ഞങ്ങള് റൂം കിട്ടാൻ ഒരു റൂം കിട്ടാൻ വേണ്ടിട്ട് തൃശ്ശൂർ ഞങ്ങള് ഷെബി എവിടേക്കൊക്കെ വിളിച്ചു വെച്ചിട്ട് റൂം കിട്ടാൻ വേണ്ടിട്ട് തൃശ്ശൂർ കാണാനായിട്ട്. അപ്പൊ ഈ കൊല്ലം ദൈവം അനുഗ്രഹിച്ച് തൃശ്ശൂർ ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലമുണ്ട്. ഫോൺ അടിക്കില്ല, അതാണ് താമസിക്കുന്ന സ്ഥലമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങള് എല്ലാവരും കൂടി പിന്നെ പൊന്നു കുറേ ദിവസം വിളിക്കണം, വായ അവിടെ ദിവസം നിൽക്കാന്ന് പിന്നെ എല്ലാവരും കൂടി അങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ രാവിലെ എണിച്ച് ചായ വെക്കണ നേരത്ത് വീഡിയോ എടുത്ത് ആ നേരം കൊണ്ട് പിന്നെ എൻ്റെ ഒരു ഫോൺ കോൾ വന്നു വിട്ടാൽ പിന്നെ ഞങ്ങൾക്ക് വീഡിയോ. ഇപ്പോൾ ഞങ്ങൾ പൊന്നു പറഞ്ഞു രാവിലെ ഇവിടെ ഇറച്ചി മേടിച്ചോണ്ടാ, മീൻ മേടിച്ചോണ്ടാ, അങ്ങനെ മേടിച്ചോണ്ട, ഇത് മേടിച്ചോണ്ടാ എന്നാണ്. ഞങ്ങളുടെ ഒന്നും മേടിച്ചോണ്ട് അതൊക്കെ മേടിച്ചുണ്ടാക്കുമ്പോ എങ്ങനെ പോയി നമുക്ക് നമ്മുടെ വീട്ടിലും മിറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കഴുകി അങ്ങോട്ട് വയ്ക്കുക, വേസ്റ്റ് എടുക്കുക, ഇങ്ങോട്ട് കളി. ഇതൊക്കെ ഫ്ലാറ്റ് കാരണം നമ്മുടെ ഒരു കുറേ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കിയെടുക്കുക തന്നെ കുറച്ച് പണിയാണ്, മെനക്കെട്ട പണിയാണ്. പക്ഷെ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഗൾഫിലൊക്കെ പോയപ്പോൾ നമ്മളത് എത്ര പേർക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഗൾഫിൽ പോയിട്ട് അതൊന്നും ആലോചിക്കേ. ഒരുപാട് 2 പ്രാവശ്യം വന്നിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഗൾഫിൽ വന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയൊരു സാഹചര്യത്തിൽ ചെറിയ കിച്ചണിലൊക്കെ തന്നെയാണ്. പ്രേമേൻ്റെ അവിടെ കിച്ചൺ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം പോയപ്പോൾ കിച്ചൺ ചെറുതല്ലേ, അന്നേരം അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ പുണ്യോളും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം പൊന്നു രാവിലെ തന്നെ പറഞ്ഞു ഇറച്ചി മേടിച്ചോണ്ട് മീൻ മേടിച്ചോണ്ട് ഞാൻ ഒന്ന് മേടിച്ചോണ്ടിട്ടുണ്ട്. ഞാനും പിന്നെ വിചാരിച്ചു നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോഴെല്ലാം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ല, രാവിലെ നേരത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പൊ അത് ചിക്കൻ കറിയും ബ്രെഡിലൊക്കെ അത് ഇഷ്ടം കഴിക്കാം. ചായയും ബ്രെഡ് ബിസ്ക്കറ്റ് അവര് മേടിച്ചോണ്ടാണ്ടിട്ട് വണ്ടിയുടെ താക്കോലെടുത്ത് പോകാനൊക്കെ ഞങ്ങൾക്ക് അതിന്റെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കൊന്നും വേണ്ട. പണിയാ. എനിക്ക് വീട്ടിൽ ചെയ്യണ പോലത്തെ എളുപ്പം ഇവിടെ ചെയ്യുമ്പോ എനിക്ക് കിട്ടണില്ല. അപ്പൊ തോന്നി ഒരു നേരം നമുക്ക് ഭക്ഷണം കുറച്ച് കുറച്ചാലും വേണ്ടില്ല, ഒരു റെസ്റ്റ് ആയിക്കോട്ടെ, റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. പിന്നെ കാർത്തൂനെ വെച്ചിട്ട് പൊന്നൂനായിരുന്നു കുറേ നേരം. പിന്നെ ഷെബിക്ക് പിന്നെ അടുക്കളയിൽ അങ്ങനത്തെ പണിയോട് ചെയ്ത് ശീലമില്ല. എന്താണ് എവിടുന്ന വരുന്ന കളിയാ, ക്ഷീണിച്ചിട്ട് രണ്ടാളും ക്ഷീണിച്ചു. എന്തോ ഒരു കണ്ണടല് കിട്ടിയതട്ടോ, വല്ലാത്തൊരു കണ്ണടലായി. കുണിക്ക് 19 കിലോന്ന് കുണിക്ക് 14 കിലോയിലേക്ക് എത്തി. ഭയങ്കരമായിട്ട് കുണുക്കന് 25 കിലോ ഉണ്ടായിരുന്നു, 10-20 കിലോനുള്ള കുണുക്ക്. രണ്ടാണേനും ഒരുപാട് ഭക്ഷണം മീഡിയം ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിച്ചിരുന്നോ ഒറ്റടിക്ക് ഞാൻ. അപ്പൊ തീരെ ഭക്ഷണം കഴിക്കാണ്ടായി രണ്ടാണ്. അവർ കുറച്ച് കഞ്ഞിയും കാര്യങ്ങളും കൂടി എന്താരൊക്കെയോ ചേട്ടനെ പ്രാഗാണോ കണ്ണിന് എന്താ ഉണ്ടായെന്ന് അറിയില്ല. രണ്ടാള് തീരെ ഭക്ഷണം കഴിക്കണ അസുഖങ്ങൾ വരികയാണ്. പ്രതിരോധ ശേഷിയിലാകുമ്പോ അസുഖം. ഞാൻ ഒരിക്കലും എൻ്റെ കുണുക്കനായാലും കുണിക്കിനായാലും ഭയങ്കരമായിട്ട് ഒരു 5-8 നേരം കുത്തിച്ചേരാൻ കുട്ടികളെ കുത്തി തീറ്റിക്കും. അത് ഇത് കണ്ട് തിന്ന് കണ്ട്. പക്ഷെ ഞാനൊരിക്കലും പിന്നെ കുത്തിൻ്റെ എനിക്ക് പിന്നെ 3 നേരം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം. ഒരുപാടൊന്നും വേണ്ട, ഉള്ളത് 3 നേരം അവർ കഴിക്കണം. ഒരുപാട് കഴിക്കണത് എനിക്ക് ഇഷ്ടമില്ല. ഒരുപാട് കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ പറയുന്നത് മതി കുറച്ച് കൊടുത്താൽ മതി. എനിക്ക് പേടിയാണ് ഒരുപാടൊക്കെ പിള്ളേർ ഭക്ഷണം കഴിക്കണത്. കുറേശ്ശെ അവർക്ക് വിശപ്പ് മാറണം ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമുള്ളൂ. പക്ഷെ ഇവരിപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, നല്ല ക്ഷീണം. ഒരു കഞ്ഞി കൂടി ഉണ്ടായിരുന്നു, അതോടുകൂടി കഞ്ഞി കൂടി വേണ്ട, ഇപ്പം ചോറ് തീറ്റി വേണ്ട, ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു സാധനം വേണ്ടാണ്ട് നിൽക്കും. മൂക്കൊക്കെ അടഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പം ഞങ്ങൾ പൂരം കാണാൻ വന്നതൊന്നല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും പൊന്നൂൻ്റെ അടുത്തേക്ക് വരണമെന്ന് വെച്ചിട്ടിരിക്കുന്നത് കുറേ ദിവസം. അപ്പം പിന്നെ ഇന്നത്തെ ഒരു ദിവസങ്ങൾ വന്നു. കുണിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ വെയിലത്തൊന്നും പൂരം കാണാൻ ഞാൻ പോയില്ല കേട്ടോ. നടന്നിട്ടൊന്നും എനിക്ക് പറ്റില്ല. വേണമെന്ന് വെച്ചാൽ നമുക്ക് ഗ്രൗണ്ട് വരെ, ഗ്രൗണ്ടിൻ്റെ ഇപ്പം ഇവിടെ വണ്ടി എത്തും. വടക്കച്ചേര സ്റ്റാൻഡ് വരെ നമുക്ക് വണ്ടിയൊക്കെ എത്തും. വടക്കച്ചേര സ്റ്റാൻഡ് വണ്ടി ഇട്ടിട്ട് നമുക്ക് പിന്നെ അവിടെ നടക്കാതിരിക്കൊന്നും ഇല്ല. പക്ഷെ
ചൂടും തിരക്കും അതിൻ്റെ ഇടയിൽ നടന്നതിലേക്ക് വയ്യ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തീരെ വയ്യാണ് നടക്കാനുള്ളൊരു ഓരോ പ്രായങ്ങൾ പോകുന്നവരെ തോന്നുന്നു. നമുക്ക് പണ്ടൊക്കെ ഇതിനൊക്കെ ചെറുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നിനും വയ്യ. പണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചിരുന്നില്ല, ഇപ്പം മരുന്നല്ലേ. ഇപ്പം ഭക്ഷണം കുറഞ്ഞാലും മരുന്ന് അത്യാവശ്യമുണ്ട്. അയ്യോ എന്തത് കോട്ടുവായിട്ടിട്ട് പൊളിക്കുന്നു. തടി പറഞ്ഞു കിളിമോന്തേ തടി പറഞ്ഞു ആകെ പാസ് കാക്കാനെ പറ്റിച്ചിട്ട് പോയി, തന്തേനും തലേനും പറ്റിച്ചിട്ട് പോയി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു റെസ്റ്റ് കിട്ടണത് വീട്ടിലെ ഒരു മിനിറ്റ് അടങ്ങി മനുഷ്യൻ. ഈ മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വയ്യീന് കിടക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു ക്ഷീണം റോസ് ഞാൻ എന്നോട് സോറി. ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് ഭയങ്കര ക്ഷീണാണ്. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക, ഒരു ഒന്നും പണി ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതും ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. കുറച്ച് ചോറും കറി വെച്ചു. ചോറും കറി വെച്ചാലും കുഴപ്പമില്ല. അപ്പം അത് നമ്മുടെ അടുക്കളയിൽ പോയിട്ട് ഞാൻ വെച്ചിട്ട് കൊടുന്നേരാ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. തൃശ്ശൂർ പൂരത്തിനൊന്നും അല്ല തൃശ്ശൂർ പറ്റിഞ്ഞ റൗണ്ടിലൊക്കെ ഒന്ന് കറങ്ങും വൈകിട്ട്. ഏതാ വെച്ചാൽ ഉണ്ണിയാൾക്ക് ഇപ്പം ഈ പറഞ്ഞ മാതിരി ഓരോ സമയത്ത് പറ്റണത് നമ്മളോട് ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. അവർക്ക് ആഗ്രഹമാണെങ്കിൽ നമ്മൾ അതിനോട് എത്ര കഷ്ടപ്പെട്ടാണ് ചെയ്തു കൊടുക്കും. ഐസ്ക്രീം മാത്രം ചോദിക്കായിരുന്നല്ലോ, വലിയ ആഗ്രഹം. എന്താ വെച്ചാൽ മരുന്ന് കഴിക്കാനും മടിയാണ്, ഐസ്ക്രീം കഴിക്കാൻ ഒരു മടി കാണാനി. ആത്മാർത്ഥ കൂടുതലല്ലേ. അല്ല കുടിക്കുക. എത്ര ദിവസമായി ഇപ്പം ചുമച്ചിട്ട് എന്നാ ഒരു ചുമ സുഖമില്ല, വില്ലൻ ചുമയാണ്. ചുമച്ച് നിൽക്കുക. എന്തായാലും വില്ലൻ റോളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്കിരുന്ന് വീഡിയോ എടുക്കാൻ പോലും വയ്യാത്തൊരവസ്ഥ. ഭയങ്കര ക്ഷീണിക്ക് തോന്നുന്നു. എൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങൾ തോന്നി ഇങ്ങനെ ഭയങ്കര. അത് ആഴ്ചയിൽ 2 അത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ചയാണ് കഴിക്കാൻ പറഞ്ഞത്. നമുക്കത് ഞായറാഴ്ച അല്ല സ്റ്റാർട്ടിങ്. ഇപ്പോൾ ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് 2 ഗുളിക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, രാവിലെ മാത്രം ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ 2 നേരമാണ്. സെയിം ഗുളിക തന്നെയാണ്, പക്ഷെ 2 ഡോസിലാണ്. ഡോസ് കൂട്ടി അവര്. ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തേക്ക് മന്നപ്പാണ്. മന്നപ്പ വെച്ചെങ്കിൽ ഒന്നിന് വയ്യ. അത് അത്രയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. ഗുളികയുടെ പാക്കറ്റ് തന്നെ റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കവറുമേ തന്നെ റെഡ് ഒട്ടിച്ചിക്ക വരും, സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. അത്രയും ഡേഞ്ചർ ഗുളികയാണ്. എന്താ ചെയ്യാ, ഡേഞ്ചർ ആയാലും എന്തായാലും കഴിച്ചാലേ പറ്റുള്ള. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ അതിന് ഗുളിക കഴിച്ചാൽ ആ അസുഖത്തിന്റെ ഗുളിക വരുന്നത് മറ്റുള്ള അവയവങ്ങളൊക്കെയാണ് ബാധിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം. വലിയ വലിയ ഗുളികകളും വലിയ ഡോസ് ഗുളികയും കഴിച്ചിട്ട് മറ്റുള്ള അവയവങ്ങൾക്കാണ് ബാധിക്കുന്നത്. എന്താ വെച്ചാൽ മൊത്തത്തിൽ ഇപ്പം പേടി കടന്നുകൂടി. എന്താ വെച്ചാൽ ഓരോ ദിവസവും ഓരോന്നും മരണം കാര്യങ്ങളൊക്കെ കാണും കേൾക്കും. ഇപ്പം ഞങ്ങളവിടെ ഒരാഴ്ചയിൽ 4 മരണം നടന്നു. അതിൽ ഇപ്പോൾ ഒരാൾ മാത്രം നല്ല, മറ്റാൾ പൈസ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. 3 ആളിൽ നല്ല പൈസയായിട്ട് മരിച്ച ഒരാൾ മാത്രമല്ലോ. ബാക്കിയൊക്കെ നല്ല പെട്ടെന്നുള്ള ഒരു മരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒപ്പം പഠിച്ച ആള് മരിച്ചതാണ്. എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു ആള് കണ്ടിട്ട് അന്ന് വർത്താനം പറഞ്ഞോളൂ. എനിക്ക് അതാണ് ഇപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ മുണ്ട് വളച്ചു കുത്തിയിട്ട് ആ ഷർട്ടിൻ്റെ അങ്ങനെ നിന്നത് ഇപ്പം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. നമ്മളെ ചായ വയ്യാണ്ടായിട്ടുള്ള ഒരു വർത്താനത്തിന് ഒരു ചെറിയൊരു വിഷമത്തിൻ്റെ എന്താ വെച്ചാൽ വയ്യാണ്ടായി, നമുക്ക് അസുഖം സീരിയസ് ആണ്. പിന്നെ ആളുടെ അവസ്ഥ അത് മരണം മുന്നിൽ കാണുമ്പോഴുള്ള ഒരു അവസ്ഥ അത് ഭയങ്കരമാണ്. അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ കുറേ ആൾക്കാരോടും ഷേബിന് അപ്പം മേച്ചിന് പൂരാഘോഷിക്കുമ്പോൾ പൂരൊന്നും ആഘോഷിക്കും. അഹങ്കാരിക്ക് എന്തായാലും ഒരു പണിയാക്കി കൊടുക്കണ്ടായിരുന്നു. അഹങ്കാരിനെ സമ്മതിക്കണം കേട്ടാ. നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവമേ എത്ര കമൻ്റാണ് ഇരുന്ന് ലേഖനമായിട്ട് എഴുതുന്നത്. ഒന്ന് മനസ്സിലായി, അവൾക്ക് കുടുംബത്തൊരു പണി ഇല്ലാത്തോളാണ് ആരായാലും. നമുക്ക് ഒന്നിനൊരു നേരെ സത്യം പറഞ്ഞാൽ അവൾ വേസ്റ്റാണ് ചെയ്യുന്നത്. കഷ്ടം, എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ കമൻ്റ് ഒന്നും വായിക്കണില്ല. ഒരു നാളുണ്ടായ ഒരു കമൻ്റ് തന്നെ കണ്ടപ്പോൾ ഞാൻ വായിച്ചതോളും. ബാക്കിയൊക്കെ വേസ്റ്റാണ് മോളെ. നിന്റെ കമൻ്റ് വായിക്കണില്ല. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ കണ്ടു. അഹങ്കാരി നിങ്ങൾ അക്കൗണ്ട് കാണാതല്ലാണ് കമൻ്റ് എന്താണെന്ന് ഞാൻ വായിക്കണില്ല. എനിക്ക് ടെൻഷനൊന്നുമല്ല. എന്തിനാണ് എനിക്കായിട്ടുള്ള നേരമില്ല. എനിക്ക് വീട്ടിൽ പഴയോട് കാര്യം കഴിഞ്ഞ് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുമ്പോൾ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈമും ഇല്ല.
നമ്മൾ പേടിച്ചോടി നമ്മൾ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ പേടിച്ചെങ്കിൽ അവളിട്ട കമന്റ് നമ്മൾ ഇതിൽ പറയുന്നുണ്ടല്ലോ വീഡിയോയില്, പിന്നെ എന്തിനാ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം? അങ്ങനെയാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചാ പോരെ, ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ടല്ലോ. നമ്മളായിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്, അഹങ്കാരി നല്ല സമ്മതിച്ചിട്ടാ, സമ്മതിച്ചു. എന്തെങ്കിലും നേരിൽ കാണുന്ന ആഗ്രഹമുണ്ട്, സാധിക്കും. ട്രോഫി കൊടുക്കണം അഹങ്കാരിക്ക്. പക്ഷെ തീർച്ചയായും എന്തെങ്കിലും നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിട്ട് എനിക്ക് മോഹൻലാലാണെന്നായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പം മാറിപ്പോ അഹങ്കാരിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ കാണും, കണ്ടെത്തും അഹങ്കാരി ആരാത്. എന്തെങ്കിലും ട്രോഫി മേടിച്ചു വെക്കണം. എന്താ വെച്ചാൽ അഹങ്കാരി ഇത്രയും കഷ്ടപ്പെട്ട് സ്നേഹിച്ചോണ്ടിരിക്കല്ലേ. ചുമ്മാ എന്തെങ്കിലും അവിടെ ഓരോരുത്തർക്കും ഓരോ ഡ്രൈവർ. എനിക്ക് ആരുടെ കുറ്റം കുറവും കണ്ടെത്താനോ പിടിക്കാനോ പോവാനോ നേരില്ല. വീട്ടിൽ എനിക്ക് ഉറങ്ങി, എനിക്ക് രാവിലെ അയച്ചാൽ തുടങ്ങിയ ഈ പണികൾ, കാര്യങ്ങൾ, കുസ്തികൾ. ഇപ്പോൾ കുണിക്കേൻ്റെ ചേർത്തണം, യൂണിഫോം മേടിക്കണം, അടിക്കാൻ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞാൽ അടുത്ത ഓരോ സ്റ്റാർട്ടിങ് അതാണ് കേട്ടോ. ഈ മാസം തന്നെ പണികൾ അല്ലാതെ ചെയ്ത് തീർത്ത് വെക്കണം, അല്ലെങ്കിൽ എളുപ്പമല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ. കയ്യിൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് ഓരോന്ന് ചെയ്തതാണ്. കയ്യിൽ കാശ് വെച്ചപ്പോൾ കല്യാണ സീസണായിട്ട് ഓരോരുത്തർ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് കിട്ടുന്ന കാശ് കൊണ്ട് സ്വരു കൂട്ടി എല്ലാതും വട്ടത്തി എത്തിച്ച് വയ്ക്കണം. എളുപ്പമല്ല നമുക്ക്. സാധാരണക്കാരുടെ ലൈഫ് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് സാധാരണക്കാർക്ക് എളുപ്പമല്ല കേട്ടോ. രണ്ടാൾക്ക് ബാഗ് മേടിക്കുക എന്നാൽ കഴിഞ്ഞ കാലം ഒരാൾക്കാരെ മേടിച്ച സംഖ്യയും, രണ്ടാൾക്ക് ബാഗും യൂണിഫോമും സാധനങ്ങളും ചെരുപ്പും ഒക്കെ മേടിച്ച് സെറ്റ്. അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ. അങ്ങനെ ഉള്ളത് എന്താ ഉള്ളത് തരത്തിൽ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അപ്പൊ ബാക്കി ദൈവത്തിനെങ്കിലും അനുഗ്രഹിക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് പോവാ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അസുഖം മാത്രം ആഗ്രഹിക്കണ്ട, അത് വെറുതെ തരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞല്ല നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് നമുക്ക് തൃശ്ശൂർ പൂരം അങ്ങനെ കാണാൻ ഒരു ദിവസമൊക്കെ തൃശ്ശൂർ നിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എത്ര ദിവസമായി നിൽക്കുക നമുക്ക്. ഓക്കെ, കേട്ടു. അപ്പൊ പറയട്ടെ, തൃശ്ശൂർ ഒരു നമ്മുടെ അത്ര കാശുണ്ടായിട്ട് അങ്ങനെയല്ല. തൃശ്ശൂർ പൂരം നമുക്ക് ഇത്രയും അടുത്തായിട്ട് നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ അവിടെ നിന്നിട്ട് തൃശ്ശൂർ പൂരം ശരിക്കും ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചൊരു റൂമൊക്കെ നിങ്ങൾ നോക്കി. അഹങ്കാരാവും, എന്നാലും വേണ്ടില്ല. ആ റൂമൊക്കെ പറഞ്ഞാൽ മതി. നമുക്കൊന്നും കിട്ടിയില്ല. കിട്ടണ വെച്ചെങ്കിൽ 2-3 മാസം മുന്നേ ബുക്ക് ചെയ്യണം. 3 മാസം മുന്നേ ബുക്ക് ചെയ്താൽ റേറ്റ് ഭയങ്കരമായി. അപ്പൊ പിന്നെ ഞാൻ എടുത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ദൈവം സഹായിച്ചപ്പോ എന്തായാലും ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അത്രയൊക്കെ ഉണ്ടാവും. അത്ര അടുത്താണ് നിങ്ങൾ താമസിക്കുന്നത്. ടൗണിലുണ്ടല്ലേ, അതൊക്കെ ഒരു ഭാഗ്യം. ടൗണിനുള്ളിൽ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് വെയിലത്തേക്ക് പോകാനൊന്നും കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾ തൃശ്ശൂർ പൂരം. കുണിക്കും കാർത്തൂനൊക്കെ അത്യാവശ്യം നല്ല നിലയ്ക്കുള്ള ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അസുഖങ്ങൾ പിന്നെ അത് പിന്നെ ചെറുതൊക്കെ എന്തെങ്കിലും തന്നില്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ചിട്ടാവും. നമ്മളിപ്പോ വീഡിയോ അവസാനിപ്പിച്ചാ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എന്താ വെച്ചാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മേടിച്ച് കഴിക്കണം. നിർബന്ധമില്ല, എന്നാലും ഉണ്ണികൾക്ക് വേണമല്ലോ. എനിക്ക് വിശപ്പിന്റെ അസുഖമുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്തുന്നു. അടുത്ത വീഡിയോയില് നിങ്ങള് ആത്മാർത്ഥമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ ഇന്നും പറയുന്നത് ഒക്കെ ചെറിയ വീഡിയോ ആണ്. അപ്പത്തിനും പറഞ്ഞു ബൈ.